ഹലോ ഗൈസ്, നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടോ? നോമ്പൊക്കെയാണെന്ന് അറിയാം, കാട്ടി കൊതിപ്പിക്കുകയൊന്നുമല്ല കേട്ടോ. നമ്മൾ നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞിട്ട് ഇരിക്കുന്ന ടൈമിൽ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി ഐറ്റമാണ് കേട്ടത്. നോമ്പിന് നമുക്ക് സ്വതവേ ഇതുപോലെ നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നും. പക്ഷെ നമുക്ക് വെള്ളം കുടിച്ചാൽ തന്നെ വയറ് ഫില്ലാവും, പിന്നെ നമുക്കൊന്നും അധികം പോകില്ല. പക്ഷെ നമുക്ക് എരിവും പുളിയൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നില്ല. നോമ്പ് തുറന്നു കഴിഞ്ഞ് കുറച്ചൊക്കെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ഇരിക്കുമ്പോൾ അപ്പം കഴിക്കാൻ പറ്റിയൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടത്. വീഡിയോസിൽ കാണുന്ന പോലെ ഒന്നല്ല, ഭയങ്കര ടഫാണ് നന്നാക്കി ഉണ്ടാക്കാൻ. അപ്പോൾ അതിന് വേണ്ടി ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ തപ്പി നോക്കിയപ്പോൾ വേപ്പിലയുടെ കുറവുണ്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, പോയിട്ട് നമ്മുടെ പറമ്പിലത്തെ വേപ്പില ഒന്നാകെ അങ്ങ് പറിച്ചു കൊണ്ടുവന്ന്. അപ്പോൾ നമ്മൾ കണ്ടല്ലേ മാങ്ങൊക്കെ അങ്ങനെ കട്ട് ചെയ്തിട്ട്, പക്ഷെ നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ തൊലി കളയണം കേട്ടോ. നമ്മളിതിൽ തൊലി കളഞ്ഞിട്ടില്ല, അതുകൊണ്ട് തന്നെ ഒരു കുറച്ച് കട്ടിയിൽ കിടക്കുന്നുണ്ട്. ടേസ്റ്റ് ഉണ്ട്, പക്ഷേ കുറച്ച് കട്ടിയിൽ കിടക്കുന്നുണ്ട്, നല്ല അങ്ങോട്ട് സോഫ്റ്റായി പോയിട്ടില്ല. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ആ വേപ്പിൻ്റെ ഇല നല്ല വെളിച്ചെണ്ണ വേണം കേട്ടോ. വെളിച്ചെണ്ണയിൽ ഒന്ന് സോട്ട് ചെയ്തിട്ട് എടുക്കാം, നല്ല ക്രിസ്പി ആക്കി എടുക്കാം. അതുപോലെ തന്നെ ഉണക്കമുളകും. നമ്മളിപ്പോൾ പെട്ടെന്നുള്ള സാധനങ്ങൾ എടുത്ത കാരണം നമ്മൾ ഉള്ള മുളകാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം എരിവുള്ള മുളകായ കാരണം നമ്മൾ 3 എടുത്തിട്ടുള്ളൂ. നിങ്ങളത് എരിവ് കുറവുള്ള മുളകാണെങ്കിൽ അത്യാവശ്യം എരിവിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. അങ്ങനെ ഇതും വറുത്ത് കോരിയാക്കാം. ഇനി നമുക്ക് ഇതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. മാങ്ങൊക്കെ നന്നായിട്ടൊന്ന് അതിലൊക്കെ കിടന്നിട്ടൊന്നൊരു കുഴമ്പ് രൂപമായി കിട്ടണം മാങ്ങ. ഇതിപ്പോൾ നല്ല മൂത്ത മാങ്ങ കേട്ടോ. പച്ചമാങ്ങ ആയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ മൂത്ത മാങ്ങ ആകുമ്പോൾ ഒന്നും കൂടി ഒരു ചെറിയ മധുരമൊക്കെ വരുമ്പോൾ ഒരു ടേസ്റ്റ് കൂടും. അതവിടെ കിടന്ന് സോട്ടാവട്ടെ. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ റെസിപ്പീസൊക്കെ കാണുമ്പോൾ നമുക്ക് മാങ്ങ തിന്നാനൊക്കെ പൂതിയുണ്ടാവും. പക്ഷേ നമുക്ക് മാങ്ങ പെട്ടെന്ന് അങ്ങനെ കിട്ടിയെന്ന് വരില്ല. കിട്ടിയപ്പോൾ തന്നെ നമ്മൾ ഇത് കുറച്ച് മുന്നേ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന റെസിപ്പി ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഉണക്കമുളകും വേപ്പിൻ്റെ ഇലയൊക്കെ കൂടിയിട്ട് നന്നായിട്ട് മിക്സിയിൽ പൊടിച്ചെടുക്കണം. ആ പൊടിച്ചെടുത്തതിന് ശേഷം നമ്മളിത് നമ്മുടെ മാങ്ങ നന്നായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഇട്ടിട്ട് മിക്സ് ആക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇത് നന്നായി പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് കുറച്ചുള്ളതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ. നിങ്ങൾ അത്യാവശ്യം എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഗൈസ്, ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി. ഇനി നമ്മൾ മിക്സിയിൽ അടിച്ച ഐറ്റംസും ഈ മാങ്ങയും ഒക്കെ കൂടിയിട്ട് നമുക്ക് നല്ല മിക്സാക്കി എടുക്കണം. ആ മിക്സിയിലാണ് ഇതിൻ്റെ മെയിൻ പ്രോസസ്സ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ അത്യാവശ്യം കൈ കൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് മിക്സ് ആക്കണം. ആദ്യം തന്നെ നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ വേപ്പിലയും മുളകും കൂടി ഇട്ടിട്ട്, അത് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ആവശ്യത്തിന് ഉണ്ടെങ്കിൽ മാത്രം മുളക് പൊടി ഇട്ടാൽ മതി. എരിവ് കുറവുണ്ടെങ്കിൽ മാത്രം. ഓവർ സ്പൈസായി അത് വല്ലാതെ രസം ഉണ്ടാവില്ല കേട്ടോ. ആ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഈ മാങ്ങ തന്നെ നമ്മൾ സോട്ട് ചെയ്ത വെളിച്ചെണ്ണ ഉണ്ടല്ലോ അതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആക്കുക. ഇനി അങ്ങോട്ട് കഴിച്ച് നോക്കുക, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് പറയണ പോലെയല്ല, ഇത് വെറുതെ തിന്നാനാണ് ടേസ്റ്റ്, ചോറിക്കൊന്നല്ല. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയല്ലേ. നോമ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇരിക്കുമ്പോൾ തിന്നാൻ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.